നമസ്കാരം, ഞാൻ സതീഷ് കുമാർ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായിട്ട് താനൂർ നിലയത്തിൽ ജോലി ചെയ്യുന്നു. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫയർ റിപ്പോർട്ടും ഇൻസിഡൻറ്റ് റിപ്പോർട്ടൊക്കെ വളരെ എളുപ്പത്തിൽ എക്സലിൽ എങ്ങനെ ചെയ്യാം, അങ്ങനെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കോൾ റിപ്പോർട്ട്, ഡാറ്റ, ഫയർ റിപ്പോർട്ട്, ഇൻസിഡൻറ്റ് റിപ്പോർട്ട്. അപ്പോൾ ആദ്യം ഫയർ റിപ്പോർട്ട് ഫില്ല് ചെയ്യുന്ന വിധം നമുക്ക് നോക്കാം. ആ ഫോം നമ്പർ 4 ആണ്. അപ്പോൾ ഈ വീഡിയോ വളരെ ലെങ്തി ആയതുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയിൽ നോക്കി നിങ്ങൾക്ക് ഇത് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിൽ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണത്, എങ്ങനെയാണ് അതിൽ പ്രിൻ്റ് ചെയ്യണത്, ടൈപ്പ് ചെയ്യുന്നത് ഏതൊക്കെ വിധത്തിൽ ചെയ്യാം എന്നതൊക്കെ ഞാൻ വീഡിയോസിൽ പറയാം. ആദ്യമായിട്ട് നമുക്ക് ഏത് മേഖലയാണെങ്കിൽ ആ മേഖലയിൽ ക്ലിക്ക് ചെയ്യാം. അതായത് ഫോം നമ്പർ 4 കേരള അഗ്നിശമന തീപിടുത്ത റിപ്പോർട്ട്. അപ്പോൾ മേഖല ഏതാണെങ്കിൽ നമ്മുടെ 6 മേഖലകൾ: തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ. ഇതിലേത് മേഖലയാണ് വേണ്ടത് വെച്ചാൽ ആ മേഖല ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ സ്ഥലം വരും. അപ്പോൾ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഇവിടെ ഉണ്ടാവും. അടുത്ത ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം ചാക്ക. അപ്പോൾ എൻ്റെ സ്റ്റേഷൻ എന്ന് പറയുന്നത് പാലക്കാടാണ്, അല്ല മേഖല പാലക്കാടാണ്, സ്റ്റേഷൻ താനൂർ. അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി FC ഇവിടെ നമ്മൾ ഈ ഫോർമാറ്റിൽ 1 2 എത്രയാണ് നമ്മുടെ FC കോഡെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു FC 40 ആണെങ്കിൽ 40 20 24 അങ്ങനെ ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാം. ഇവിടെ മാസമായിരിക്കണം കൊടുക്കുന്നത്, അതുകൊണ്ടാണ് MM എഴുതിയിട്ടുള്ളത്. ആ ഫോർമാറ്റിൽ കൊടുക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കേണ്ട. 6/6/2025 24 6 മാസമാണോ 6 ദിവസമാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഈ ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 7-ാം മാസം 7-ാം ദിവസം 20/24. ഇനി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7 ജൂലൈ 24. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ. ഇനി സംഭവ സ്ഥലത്ത് ഉള്ള ഉദ്യോഗസ്ഥൻ, ഇത് നമുക്ക് കിട്ടുന്നത് ഇതിൽ ഓൾറെഡി നമ്മൾ ഫയല് നമ്മൾ ചേർത്ത് വെച്ച ഈ സ്റ്റേഷൻ്റെ ഡാറ്റ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഡാറ്റയിൽ നിന്നാണ് നമുക്ക് ഈ പേരുകളൊക്കെ കിട്ടുക. ഇപ്പോൾ എൻ്റെ സ്റ്റേഷൻ ഓഫീസർ ശ്രീ രാജേന്ദ്രനാഥാണ്, അദ്ദേഹത്തിൻ്റെ പേരിടാം. അല്ല ആ സംഭവ സ്ഥലത്ത് പിന്നെ ആരാണോ വഹിച്ചിട്ടുള്ളത്, STSR ആണെങ്കിൽ അത്, അല്ലെങ്കിൽ SFR ആണെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ STR ഇട്ടു. ഇനി നെക്സ്റ്റ് കോളംസ് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യും? ഫോർ എക്സാമ്പിൾ വിളിച്ച ആൾ ആരാണോ അതിന് നിങ്ങൾ നേരെ ഇതൊന്ന് മിനിമൈസ് ചെയ്ത് വയ്ക്കുക. മിനിമൈസ് ചെയ്ത് വെച്ചതിന് ശേഷം നേരെ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് മംഗ്ലീഷ് അടിക്കുക. ഗൂഗിളിൽ പോയിട്ട് മംഗ്ലീഷ് അടിക്കുക. ഇംഗ്ലീഷ് അടിച്ചു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് മലയാളം ടൈപ്പിങ്ങും വോയിസ് ടൈപ്പിങ്ങും വരും. ഇനി ഇവിടെ വിളിച്ച ആൾ ആരാണെന്ന് നോക്കട്ടെ. നിതിൻ ലാൽ. സോ ഇവിടെ നിതിൻ ലാൽ എന്ന് ടൈപ്പ് ചെയ്യുക. മലയാളം ഇംഗ്ലീഷിൽ ടൈപ്പ് NITHINLAL, നിതിൻ ലാൽ എന്ന് നമുക്ക് ഏത് നിതിൻ ലാലാണോ വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇൻ കേസ് അങ്ങനെ പറ്റാത്ത ഒരാളാണ്, ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ വോയിസ് ടൈപ്പിംഗ് എടുക്കുക. ഇനി നിതിൻ ലാൽ, ഇനി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് വന്നത്.
അപ്പോൾ വോയിസ് ടൈപ്പിങ്ങിൽ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അതിവിടെ ടൈപ്പായി വരും. അപ്പോൾ നമുക്ക് വോയിസ് ടൈപ്പിംഗ് താൽക്കാലികമായി നിർത്താം. അപ്പോൾ നമുക്ക് വിളിച്ച ആൾ നിതിനില്ല. ഇതിനെ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മീര ഫോണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ടൈപ്പ് ചെയ്യുക. ഇത് കേട്ടോ, ഫോണ്ട് മാറുന്നത് നേരെ ഇതിൽ തന്നെ വയ്ക്കും. രണ്ടാമത്തെ ഇതിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിതിനില്ല. ഇനി നമുക്ക് വേണ്ടത് ഫോൺ നമ്പർ നമുക്ക് നേരിട്ട് അടിച്ചു കൊടുക്കാമല്ലോ. 892164. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ സ്പേസ് ഇതിന് പോരാ. അപ്പോൾ 2 കോളുണ്ട്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കോളം 2 കൂടി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെർജ് ആൻഡ് സെൻറ്റർ എന്ന സ്ഥലത്ത് മെർജ് ആൻഡ് സെൻറ്റർ ചെയ്താൽ അത് മെർജാവും. ഈ 2 കൂടി മെർജായിട്ട് നമുക്ക് ആ ഫോൺ നമ്പർ അവിടെ വ്യക്തമായി കാണാം. ഇനി ഇതിൽ നമുക്കൊരു ലൈൻ ആഡ് ചെയ്യാനോ കൂടുതൽ കാര്യങ്ങൾ എഴുതണമെങ്കിൽ നമുക്കൊരു ലൈൻ ആഡ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലൈൻ ഇല്ലാതാക്കുകയും ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടുത്തെ ലൈൻ ഇല്ലാതാക്കണമെങ്കിൽ ഇവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്താൽ അപ്പോൾ ഈ ലൈൻ പോയി. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ എഴുതാനുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്ന് ഇൻസർട്ട് അടിക്കും. അപ്പോൾ നമുക്കൊരു ലൈൻ കിട്ടും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഇവിടെ എഴുതാൻ നമ്മൾ മംഗ്ലീഷിൽ പോവുക, എഴുതിക്കൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പാർപ്പുകാരൻ്റെ പേര്, ജോലി, പുറപ്പെട്ട സമയം, ഉടമസ്ഥൻ്റെ വിലാസം ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ടാണ് അത് ഇവിടെ തരാത്തത്. യഥാർത്ഥത്തിൽ തീപിടിച്ച സമയം ഇതൊക്കെ നമുക്കുണ്ട്. അതിനുശേഷം ഉൾപ്പെട്ട വസ്തുക്കൾ അത് നമുക്കിവിടെ എഴുതാം. അതിനുശേഷം ഇത് ഗുരുതരമാണോ മധ്യമമാണോ ചെറുതാണോ എന്നുള്ളതിന് നമ്മൾ ജസ്റ്റ് ഈ മൗസ് കൊണ്ടായി ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്താൽ അവിടെ റൈറ്റ് മാർക്ക് വരും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ റൈറ്റ് മാർക്ക് വരും. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്താൽ അത് ഇല്ലാതാവും. അപ്പോൾ ഇവിടെ നമുക്ക് ചെറുത്. ഓക്കെ. ഇനി തീയുടെ വ്യാപ്തി, ഒഴിക്കപ്പെടുന്ന കാരണം, അടങ്കൽ വിലകൾ ഇതൊക്കെ കൊടുക്കാം. അതേസമയം സംഭവസ്ഥലം വിട്ടുപോയ ഓഫീസർ ഈ ഡാറ്റ ഇതിലുണ്ട് ഓൾറെഡി. ആ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൽ ഫില്ല് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഡാറ്റ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പണിയെടുത്ത സമയം മണിക്കൂറാണെങ്കിൽ എത്ര മണിക്കൂറാണ്, ഇവിടെ 100 മണിക്കൂർ വരെ കൊടുത്തിട്ടുണ്ട്. അതിന് ഏത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അതേപോലെ മിനിറ്റ്, എത്ര മിനിറ്റാണ് വെച്ചാൽ അതും നമുക്കിവിടെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ 4 മിനിറ്റ് സമയം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യാം. അതേപോലെ DD എന്തായാലും ഇത് തന്നെ ആയിരിക്കുമല്ലോ ഇവിടുത്തെ. അപ്പോൾ ഇത് ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ഈ ഡേറ്റ് ഇവിടെ ഇപ്പോൾ കണ്ടോ, ഈ ഡേറ്റ് ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നേരെ പോയി മർജ് ചെയ്യുക. ഓക്കെ. പിന്നെ സമയം, ഏത് സമയത്താണോ അവിടുന്ന് പോകുന്നത് ആ സമയം ഇവിടെ നമ്മൾ എഴുതുന്നു. അതേപോലെ അഗ്നിശമന സഹായമില്ലാതെ രക്ഷപ്പെട്ടവർ, ഉപകരണം കൂടാതെ അഗ്നിശമനം രക്ഷിച്ചവർ. അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരും ഇവിടെ നമ്മൾ സ്ത്രീയോ പുരുഷനോ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇൻ കേസ് ഇവിടെ ഇല്ലെങ്കിൽ മാത്രമേ ഇത് വേണ്ടൂ, അല്ലെങ്കിൽ ഈ സാധനം നമുക്ക് ഒഴിവാക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കട്ട് ചെയ്താണ്. അപ്പോൾ അത് പോകും. അതിനുശേഷം നമ്മൾ ഇവിടെ രക്ഷിക്കപ്പെട്ടവരുടെ പേരുകൾ ഫില്ല് ചെയ്ത്, രക്ഷിക്കപ്പെട്ടവരുടെ പുരുഷനാണോ സ്ത്രീയാണോ നമ്പേഴ്സ് ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. അല്ല ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതാണ് ഇവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇതില്ല. ഓക്കെ. സെയിം നാലാമത്തെ സെക്ഷൻ, ആളപായങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് വന്നാൽ അഗ്നിശമനയുടെ ആളുകളുടെ 5ാമത്തെ കോളം നമ്മൾ ഫില്ല് ചെയ്യാൻ പോകണം. സംഭവ സ്ഥലത്ത് ഹാജർ. ഇവിടെ നമ്മൾ ഹാജർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടുത്തത് സംഭവ സ്ഥലത്തെ ഹാജർ.
ഇവിടെ ഫസ്റ്റ് കോളം അഗ്നിശമന സ്റ്റേഷൻ്റെ പേര്, അതിൻ്റെ മുകളിൽ ആദ്യം മേഖലയുടെ കോളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണോ മേഖല ആ മേഖല ആദ്യം, എൻ്റെ മേഖല പാലക്കാട്. പാലക്കാട് വന്നു കഴിഞ്ഞാൽ പാലക്കാട് മേഖലയ്ക്ക് ഉള്ളിലുള്ള സ്റ്റേഷൻസ് മുഴുവൻ നമുക്കിവിടെ കിട്ടും. ഇത് എഡിറ്റഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ ഏതാ വെച്ചാൽ സ്റ്റേഷൻ. ഇനി ഉപകരണങ്ങളുടെ തരം, നമ്മുടെ എന്താണോ നമ്മുടെ വണ്ടി ഏതൊക്കെ മോഡൽ വണ്ടിയാണ്, അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വണ്ടിയാണോ നമ്മുടേത്, ഫോം ടെൻഡറാണോ അത് എമർജൻസി ടെൻഡറാണോ, അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താനൂർ നിലയത്തിൽ 4 വണ്ടികളാണുള്ളത്. MTU, FRV, FT, ജീപ്പ്. ഇത് 4ഉം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ MTU ആണ് പോകുന്നതെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ നമ്പർ ഓൾറെഡി നമ്മളെടുത്തിട്ടുണ്ട്, അത് എൻട്രി ചെയ്യുക. പിന്നെ പുറപ്പെട്ട സമയങ്ങളൊക്കെ എഴുതുക. അത് കഴിഞ്ഞിട്ട് മണിക്കൂർ, എത്ര മണിക്കൂറാണോ വർക്ക് ചെയ്തത് ആ മണിക്കൂറും മിനിറ്റും നമ്മളിവിടെ എൻ്റർ ചെയ്യുക. 2 മണിക്കൂറോ എത്ര മിനിറ്റാണോ നമ്മൾ ഈ പമ്പ് പ്രവർത്തിച്ച സമയം ഇവിടെ ഇടുക. ഇനി രണ്ടാമത്തെ വണ്ടിയും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ FRV ആണെങ്കിൽ അതിൻ്റെ നമ്പർ, പിന്നെ പോയ ടൈം, അതും പ്രവർത്തിച്ച സമയം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ, അതായത് ഒരു ഫോം ഫില്ല് ചെയ്തെടുക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഹാജരായ അഗ്നിശമന സേനകളിലെ ആദ്യത്തെ റാങ്ക് ഏതാണോ, FRO, STO, ASTO, SFRO, ഇതാരാണോ ഇവിടുത്തെ റാങ്ക് വഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് എഴുതുക, ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമുക്ക് ആ പേരുകൾ കിട്ടും. ഇത് ഓൾറെഡി നമ്മളിതിൽ ഫിക്സ് ചെയ്ത് വെച്ചതാണ്. അതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ഫോർ എക്സാമ്പിൾ സ്റ്റേഷൻ ഓഫീസർ, നമുക്ക് റാങ്ക് നമ്പർ പേര്, അപ്പോൾ ആരാണോ അവിടെ ഉണ്ടായിരുന്നത് സതീഷ് കുമാർ SFRO. ഇനി നെക്സ്റ്റ് ലൈനിൽ ആരാണോ FROD, അപ്പോൾ FRODയുടെ നമ്പർ. നമ്മളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ നിന്ന് ആരാണോ അന്ന് അറ്റൻഡ് ചെയ്തത് അവരുടെ ഫോം ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും